നമസ്കാരം. ഇത് ദുരന്തർ, ദുരന്തർ 2 ഈ രണ്ട് ചലച്ചിത്രങ്ങളുടെയും ഒരു നിരൂപണമല്ല. അതിൽ ഉള്ളിൽ, ആ ചലച്ചിത്രത്തിനുള്ളിൽ, രണ്ട് ഭാഗങ്ങളായിട്ട് പുറത്തിറങ്ങിയ ചലച്ചിത്രത്തിനുള്ളിൽ പറഞ്ഞിരിക്കുന്ന ചില രാഷ്ട്രീയ സംഭവങ്ങളുടെ സത്യാവസ്ഥയെക്കുറിച്ചുള്ള ഒരു വിശകലനം മാത്രമാണ്. അതിൽ പ്രധാനമായിട്ട് ഭാരതത്തിലേക്ക് പാകിസ്ഥാനിൽ നിന്ന് കുത്തിയൊഴുകിക്കൊണ്ടിരുന്ന കള്ളനോട്ടുകളെ സംബന്ധിച്ചുള്ള ഒരു രാഷ്ട്രീയം, അതിൻ്റെ പശ്ചാത്തലം, അതിൻ്റെ ഒരു പ്രവർത്തന രീതികൾ, അതായത് ആ കള്ളനോട്ട് സംഘങ്ങൾ ഭാരതത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്ന ആളുകളുടെ പ്രവർത്തന രീതികൾ എങ്ങനെയൊക്കെയായിരുന്നു, കൃത്യമായിട്ടുള്ള ഏത് വഴിയായിരുന്നു അവർ ഈ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നത്, അതിനാരൊക്കെയായിരുന്നു അവരെ ഭാരതത്തിൽ നിന്ന് സഹായിച്ചിരുന്നത്, ഭാരതത്തിൻ്റെ ഉള്ളിൽ നിന്ന് എത്തരത്തിലുള്ള സഹായങ്ങളൊക്കെ അവർക്ക് ലഭിച്ചിരുന്നു, എന്തായിരുന്നു നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം അവരുടെ ഒക്കെ ഒരു പരിസമാപ്തി, അല്ലെങ്കിൽ അവരൊക്കെ ഏത് തരത്തിൽ അവസാനിച്ചു പോയി, ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ എങ്ങനെ നരേന്ദ്രമോദി സർക്കാർ അവസാനിപ്പിച്ചു തുടങ്ങിയ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ യാഥാർത്ഥ്യമായ സംഭവങ്ങളെ, യഥാർത്ഥ സംഭവങ്ങളെ ഒരു സിനിമയുടെ സ്വാതന്ത്ര്യമെടുത്ത്, ഒരു കലാപരമായിട്ടുള്ള സ്വാതന്ത്ര്യമെടുത്ത് ഒരല്പം നാടകീയതയോടുകൂടി അവതരിപ്പിച്ചിരിക്കുന്ന പല രംഗങ്ങളും ദുരന്തറിലുണ്ട്. കാരണം ദുരന്തറിൻ്റെ അടിസ്ഥാനമായിട്ടുള്ളൊരു കഥാതന്തു തന്നെ ഭാരതത്തിനെതിരെ പ്രവർത്തിക്കുന്നവരെ പാകിസ്ഥാനിൽ ചെന്ന് അവരോടൊപ്പം ചേർന്ന് അൺനോൺ മാനായി, അല്ലെങ്കിൽ അജ്ഞാതനായി ഇല്ലാതാക്കുവാനുള്ള ഒരു വ്യക്തിയുടെ, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ശ്രമത്തിൻ്റെ ഭാഗമാണ്. വ്യക്തിയെ പാകിസ്ഥാനിലേക്ക് പോകുന്ന വ്യക്തിയുടെ ശ്രമമല്ല, ഈ പദ്ധതി ഉദിച്ചു വരുന്നത് അജിത് ഡോവലിൻ്റെ കഥാപാത്രത്തിലാണ്. അജിത് ഡോവലിൻ്റെ കഥാപാത്രത്തിന് അജയ് സാന്യാൽ എന്നാണ് ദുരന്തറിൽ ആ കഥാപാത്രത്തിൻ്റെ പേര്. പുള്ളി അജയ് സാന്യാൽ നിയോഗിച്ചു വിടുന്ന ചാരനാണ് രൺവീർ സിംഗ് അവതരിപ്പിക്കുന്ന ഹംസ അൽ മിസാരി, അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ ജസ്കീരത് സിംഗ് റാങ്കി. ഇതാണ് അദ്ദേഹത്തിൻ്റെ രണ്ട് പേരുകൾ. ആ കഥാതന്തുവിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പ്രധാനമായും നമുക്കൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗം ഈ കള്ളനോട്ട് സംബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അപ്പോൾ ഇതിൻ്റെ ഈ പ്രവർത്തനങ്ങളുടെ ഒരു കാര്യക്ഷമമായ തുടക്കം, കാര്യക്ഷമമെന്നുള്ളത് ഈ ഭീകരവാദികളെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കാര്യക്ഷമമായി ഈ കള്ളനോട്ട് രംഗത്ത്, അല്ലെങ്കിൽ കള്ളനോട്ടുകൾ ഭാരതത്തിലേക്ക് കുത്തിയൊഴുക്കുന്ന ഒരു പ്രവർത്തനങ്ങൾ ഏറ്റവും കാര്യക്ഷമമായി അവർ അവതരിപ്പിക്കുവാൻ, അല്ലെങ്കിൽ നടപ്പാക്കുവാൻ സാധിച്ചത് ഭാരതത്തിലെ നിലനിന്നിരുന്ന 2016 വരെ ഭാരതത്തിൽ നിലവിലുണ്ടായിരുന്ന, പ്രചാരത്തിലുണ്ടായിരുന്ന 500-ൻ്റെയും 1000-ൻ്റെയും നോട്ടുകളുടെ അച്ചുകൾ അവർക്ക് ലഭിച്ചതിന് ശേഷമാണ്. അത് അവർക്ക് നൽകിയത് ഭാരതത്തിലെ ഒരു അക്കാലത്തെ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകനും ആണ് എന്നുള്ളൊരു ആരോപണം ഇപ്പോഴും നിലവിലുണ്ട്. അത് ഏറെക്കുറെ സത്യാവസ്ഥയുമുണ്ട് എന്നാണ് രഹസ്യാന്വേഷണ ഏജൻസികൾ പങ്കുവയ്ക്കുന്ന വിവരം. അവരുടെ ഈ ഇത്തരത്തിലുള്ളൊരു രാജ്യദ്രോഹപരമായിട്ടുള്ള കൈമാറ്റം കോടികൾ പ്രതിഫലം വാങ്ങിയായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. ഈ കൈമാറ്റം നടന്നത് ദുബായിൽ വെച്ചാണ്. ഈ ഒരു അച്ചുകൾ, അല്ലെങ്കിൽ ആ ഒരു പ്ലേറ്റ് എന്ന് പറയും, ഈ പ്ലേറ്റുകൾ 500-ൻ്റെയും 1000-ൻ്റെയും പ്ലേറ്റുകൾ ലഭിച്ചതിന് ശേഷം പാകിസ്ഥാനിൽ, പ്രത്യേകിച്ച് ലിയാരി എന്ന സ്ഥലത്ത് ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഒരു ആസ്ഥാനം സജ്ജീകരിച്ച് ഒരു സമാന്തര സമ്പദ് വ്യവസ്ഥ തന്നെ നടത്തിക്കൊണ്ടു പോന്നിരുന്ന വ്യക്തികളിൽ പ്രധാനികളായിരുന്നു ഖനാനി സഹോദരന്മാർ, ജാവേദ് ഖനാനിയും അൽത്താഫ് ഖനാനിയും. ഈ ജാവേദ് ഖനാനിയും അൽത്താഫ് ഖനാനിയുമായിരുന്നു ഈ കള്ളനോട്ടിൻ്റെ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ, ഈ ശൃംഖലയുടെ ചുക്കാൻ പിടിച്ചിരുന്നത്. ISI ആയിരുന്നു ആത്യന്തികമായ നിയന്ത്രണം. അവർക്ക് വേണ്ടി, ISIക്ക് വേണ്ടി പ്രധാനികളായി പ്രവർത്തിച്ചിരുന്നത് ISI, ദാവൂദ് ഇബ്രാഹിമിന് വേണ്ടി ഈ ഖനാനി സഹോദരന്മാർ. ഒരു കളത്തിലിറങ്ങി പണിയെടുത്തിരുന്നത് ഖനാനി സഹോദരന്മാരായിരുന്നു എന്ന് നമുക്ക് പറയാം. അവരുടെ നിയന്ത്രണത്തിലായിരുന്നു ഈ പ്രവർത്തനങ്ങൾ മുഴുവനായി നടന്നിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള കുത്തൊഴുക്കുകൾ, ഇതിൻ്റെ ഒരു സഞ്ചാരമാർഗം, ഈ കള്ളനോട്ടിൻ്റെ സഞ്ചാരമാർഗം ഒന്ന് ഹ്രസ്വമായി പരിശോധിച്ചാൽ, ലിയാരി പോലുള്ള സ്ഥലങ്ങളിൽ നമ്മുടെ രാജ്യത്തെ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ മകനും കൈമാറിയ 500-ൻ്റെയും 1000-ൻ്റെയും പ്ലേറ്റുകൾ ഉപയോഗിച്ച് കോടിക്കണക്കിന് രൂപയുടെ, 60,000 കോടി, 11,000 കോടി, 70,000 കോടി രൂപ, ഇതൊക്കെ പറയുന്നത് നിസ്സാരമായി അടിച്ചുകൂട്ടി ലിയാരിയിൽ നിന്ന് കറാച്ചി, കറാച്ചിയിൽ നിന്ന് ഖത്തറിൽ നിന്ന് നേപ്പാൾ വഴി ഉത്തർപ്രദേശിലെ അറവുശാലകളിലേക്ക് ഈ നോട്ടുകൾ കുത്തിയൊഴുക്കപ്പെടുന്നു. മറ്റ് മാർഗങ്ങളിലൂടെ, പ്രത്യേകിച്ച് കൂടുതൽ ആവശ്യമുള്ള ആതിഫ്
അഹമ്മദ് പോലുള്ള അധോലോക നായകന്മാർക്ക് എത്തുന്ന നോട്ടുകെട്ടുകൾ വേറെ. പക്ഷെ പ്രധാനമായും ദൈനംദിനം എന്ന വണ്ണം ഇത്തരത്തിലുള്ള കോടിക്കണക്കിന് രൂപയുടെ കള്ളനോട്ടുകൾ ലിയാരിയിൽ നിന്ന് കറാച്ചി, കറാച്ചിയിൽ നിന്ന് ഖത്തർ, ഖത്തറിൽ നിന്ന് നേപ്പാൾ, നേപ്പാളിൽ ഒരു മന്ത്രിയുടെ മകൻ, നേപ്പാളിലെ ഒരു മന്ത്രിയുടെ മകൻ്റെ സഹായത്തോടു കൂടി അതിർത്തി കടത്തി ഉത്തർപ്രദേശിലെ അറവുശാലകളിലൂടെ ഭാരതത്തിലാകെ അറവുശാലകളിലെ കൊടുക്കൽ വാങ്ങലുകളെല്ലാം നടക്കുന്നത് പണം നൽകി മാത്രമാണ്. ഡിജിറ്റൽ പേയ്മെന്റ് എന്ന് പറയുന്നൊരു സംഭവം നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് ചിന്തിക്കുക പോലും സാധ്യമല്ലായിരുന്നു ഉത്തർപ്രദേശ് പോലുള്ള പ്രദേശങ്ങളിൽ. അപ്പോൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഒരു ശൃംഖല അല്ലെങ്കിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു രൂപരേഖ തന്നെ ദുരന്തർ നമ്മുടെ മുമ്പിൽ വരച്ചു കാട്ടുന്നുണ്ട്. അത് കൃത്യമായിട്ടുള്ളൊരു രൂപരേഖ തന്നെയുമാണ്. കാരണം രഹസ്യാന്വേഷണ ഏജൻസികൾ കാലാകാലങ്ങളായി ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങളെ നിരീക്ഷിച്ച് പുറത്തുവിട്ടിട്ടുള്ള വിവരങ്ങളുടെ ഒരു എന്താ പറയുക സങ്കലനം അല്ലെങ്കിൽ ഒരു കൂട്ടിച്ചേർക്കലുകൾ മാത്രമാണ് ദുരന്തർ ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഇക്കാര്യത്തിലൊന്നും ഒരു കലാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം അവരെടുത്തിട്ടില്ല. സത്യസന്ധമായിട്ടുള്ള യാഥാർത്ഥ്യവുമായി അടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ യാഥാർത്ഥ്യം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന കാര്യം തന്നെയാണ് ദുരന്തരുടെ രണ്ട് ഭാഗങ്ങളിലായി പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ കടക്കിലുള്ള ഒരു വെട്ടായിരുന്നു നോട്ട് നിരോധനം. അത് ദുരന്തരിൽ കൃത്യമായി പറയുന്നുണ്ട്, പ്രത്യേകിച്ച് രണ്ടാം ഭാഗത്ത്. ആദ്യ ഭാഗത്ത് കൃത്യമായിട്ട് ഈ ഒരു ശൃംഖലയുടെ പ്രവർത്തനം അല്ലെങ്കിൽ അതിൻ്റെ ഒരു രൂപരേഖ, പ്രവർത്തന മാർഗങ്ങൾ, ഏതൊക്കെ തരത്തിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്, ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവസാനം ഉത്തർപ്രദേശിലെ അറവുശാലകളിൽ എത്തുന്ന കള്ളനോട്ടുകൾ ഏതൊക്കെ മാർഗത്തിലൂടെയാണ്, ആരൊക്കെയാണ് അതിൻ്റെ ചുക്കാൻ പിടിച്ച് ഭാരതത്തിൽ എത്തിക്കുന്നത്, ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്. അതായത് ഈ അധോലോക സംഘത്തിന് ISIക്കും ദാവൂദിനും ഖനാനി സഹോദരന്മാർക്കും ഇതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ്. ഇവരുടെ പിണിയാളുകളായി ഭാരതത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയക്കാരും അധോലോക നായകന്മാർക്കും ആത്തിഖ് അഹമ്മദ് ആയാലും ശരി, മറ്റ് രാഷ്ട്രീയ കക്ഷികളുടെ നേതാക്കന്മാരായാലും ശരി, അക്കാലത്ത് ആരൊക്കെയാണോ ഭരണത്തിലിരുന്നിരുന്നത് അവരെ ആരൊക്കെ ആയാലും ശരി, അവർക്കൊക്കെ എന്തൊക്കെ പ്രയോജനങ്ങളാണ് ഇതിലൂടെ ഉണ്ടാകുന്നത്, ആ പ്രയോജനങ്ങൾ നിലനിർത്തുവാൻ വേണ്ടി അവരെന്തെല്ലാം തരത്തിൽ ഈ കള്ളനോട്ട് ശൃംഖലയെ സംരക്ഷിച്ചിരുന്നു തുടങ്ങിയ വിവരങ്ങളെല്ലാം വിശദമായി തന്നെ ദുരന്തറിൻ്റെ ഒന്നാം ഭാഗത്തിലും രണ്ടാം ഭാഗത്തിലും പറയുന്നുണ്ട്. ഇനി രണ്ടാം ഭാഗത്തിലേക്ക് വരുമ്പോൾ ഈ നോട്ട് നിരോധനത്തിന് ശേഷം ഈ ശൃംഖല പൂർണ്ണമായും തന്നെ തകർക്കപ്പെട്ടു. ആ തകർക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഈ ഖനാനി സഹോദരന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യവും ദുരന്തറിൽ കൃത്യമായി പറയുന്നുണ്ട്. സത്യസന്ധമായി പറയാം, ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ ആ ഒരു പരിസമാപ്തി കാണുമ്പോൾ, അല്ലെങ്കിൽ അവരുടെ ഒരു അവസ്ഥ, അല്ലെങ്കിൽ ഏത് അവസ്ഥയിലൂടെയാണ് അവർ കടന്നുപോയി, ഏത് തരത്തിലാണ് അവർ അവസാനിച്ചത്, അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യം കാണുമ്പോൾ, ഇതിൽ ഈ യാഥാർത്ഥ്യത്തിലേക്ക് എത്തിക്കുന്ന രീതിയിൽ ഒരു ആക്ഷൻ എന്നൊക്കെ പറയുന്ന രീതിയിൽ കുറച്ച് കലാപരമായിട്ടുള്ള സ്വാതന്ത്ര്യം നിർമ്മാതാക്കളും സംവിധായകനുമൊക്കെ എടുത്തിട്ടുണ്ട്. എന്നാൽ പോലും ആത്യന്തികമായ പരിണാമം, അതിലൊരു പരിസമാപ്തി കൃത്യമായിട്ട് ഇവർക്ക് സംഭവിച്ച കാര്യങ്ങളിലേക്ക് തന്നെയാണ് സിനിമ നമ്മളെ കാഴ്ചയിലൂടെ എത്തിക്കുന്നത്. അത് കാണുമ്പോൾ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കുവാൻ സാധിക്കാത്തൊരു കാര്യമാണ്. ഈ ഒരു വിവരം ദുരന്തർ കണ്ടതിൻ്റെ ചൂടോടുകൂടി 2 ദിവസമായി കണ്ടിട്ട് അതിൻ്റെ ഒരു വ്യക്തമായിട്ടുള്ള അല്ലെങ്കിൽ വിശദമായിട്ടുള്ള ഒരു നിരൂപണം, വലിയ സ്പോയിലറൊന്നുമില്ലാതെ നിങ്ങളുടെ മുമ്പിൽ വീണ്ടും അവതരിപ്പിക്കാൻ ശ്രമിക്കാം. എന്നാലും ഈ ഒരു വിവരം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ സിനിമയിലുണ്ട്. അത് കാണുമ്പോൾ ഒരു ഭാരതീയൻ എന്നുള്ള നിലയിൽ ഒരു പ്രേക്ഷകനുണ്ടാകുന്നൊരു സന്തോഷം നിങ്ങളുമായി ഒന്ന് പങ്കുവയ്ക്കണമെന്ന് തോന്നി. അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്തത്. എന്തായാലും ദുരന്തർ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ദുരന്തറിൻ്റെ രണ്ടാം ഭാഗമായ ദുരന്തർ 2 റിവെഞ്ച് കണ്ടിട്ടില്ല എങ്കിൽ തീർച്ചയായും കാണുക. ഒപ്പം ഇത്തരത്തിലുള്ള സന്തോഷം അനുഭവിക്കുന്നതിനോടൊപ്പം തന്നെ നിയോ ലിബറലുകൾ ദുരന്തർ കണ്ടിട്ട് അസ്വസ്ഥരായി, നമ്മുടെ ട്രോളന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ കുരുപൊട്ടി മരിക്കുന്നത് സാമൂഹ്യ മാധ്യമങ്ങളിൽ വീണ്ടും ആസ്വദിക്കുക. ദുരന്തർ കൊണ്ട് അതുകൊണ്ട് 2 ഗുണം. നെയ്യപ്പം തിന്നാൽ 2 ഗുണമെന്ന് പറയുന്ന പോലെ ദുരന്തർ കണ്ടാൽ 2 ഗുണം. ഒന്ന്, ഇത്തരത്തിലൊരു ഭാരതീയൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് അഭിമാനം കൊള്ളാം. 2 3 ഗുണം. ഒരു നല്ല സിനിമ കണ്ടു എന്നുള്ള പ്രേക്ഷകൻ്റെ സന്തോഷം. 3ാമത്തെ ഗുണം, സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്തരത്തിലുള്ള നിയോ ലിബറലുകളും ഇസ്ലാമിസ്റ്റുകളും അസ്വസ്ഥരായി ഉരുണ്ട് പിരണ്ട് ആകെ എരിപിരി സഞ്ചാരം കൊള്ളുന്നത് കണ്ടും നിങ്ങൾക്ക് ആഹ്ലാദിക്കാം. അത് കൊണ്ട് ദുരന്തർ 2 കാണുക. ഒപ്പം ഈ ആഹ്ലാദം കമൻറ്റുകളിലൂടെ നിങ്ങൾക്ക് ഏത് തരത്തിലാണിത് നിങ്ങളെ സ്വാധീനിച്ചതെന്നുള്ള അഭിപ്രായം കമൻറ്റുകളിലൂടെ പങ്കുവയ്ക്കുക. നന്ദി, നമസ്കാരം.
HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.